സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ ജനാലയോ ക്ലോക്കോ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ വണ്ടർഡ് വൈ ഷോപ്സ് ആർ ഗിവിംഗ് ലോയാലിറ്റി പോയിന്റ്സ്? എന്തുകൊണ്ടാണ് കടകളിൽ 500 പകരം 499 വിലയിടുന്നത്? ഡു യു തിങ്ക് ഇറ്റ്സ് ഫോർ അവർ ബെനിഫിറ്റ്? ഇഫ് യു തിങ്ക് സോ, തിങ്ക് അഗൈൻ. അപ്പോൾ കഴിഞ്ഞ ഡേ 5 വീഡിയോയുടെ വീടിന്റെ ഫുൾ ക്ലീനിങ് കഴിഞ്ഞിട്ടോ. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഐ എം സ്റ്റാർട്ടിങ് ഓർഗനൈസിങ് മൈ ഹൗസ്. ആൻഡ് ഇൻ ദിസ് വീഡിയോ ഐ എം ഓൾസോ ഷെയറിംഗ് ദീസ് കൈൻഡ് ഓഫ് ബിസിനസ് മാനിപ്പുലേഷൻസ് ആൻഡ് ദ സ്ട്രാറ്റജി ബിഹൈൻഡ് ദിസ്. ആസ് യൂഷ്വൽ ഡേ സ്റ്റാർട്ട് ചെയ്തത് മോർണിംഗ് റൊട്ടീൻ ചെയ്തിട്ടാണ്. രാവിലെ തന്നെ വെള്ളം കുടിച്ചു, പിന്നെ അതുപോലെ തന്നെ സപ്ലിമെന്റ്സ് എടുത്തു ആൻഡ് യൂഷ്വൽ ടാസ്ക് ഐ ഡിഡ്. ഈ 21 ഡേ ജേർണി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഐ കുഡ് സീ എ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻ ഓവറോൾ ക്വാളിറ്റി ഓഫ് മൈ ലൈഫ്, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ഹെൽത്ത് ആൻഡ് ടൈം മാനേജ്മെന്റ്. ആൻഡ് ദീസ് തിങ്സ് പോസിറ്റീവ്ലി ഇമ്പാക്ട്സ് മൈ ആൻസൈറ്റി ഓൾസോ. അപ്പോൾ ലാസ്റ്റ് ഡേയോടെ വീടിൻ്റെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. നല്ലൊരു ക്ലീൻ ഹൗസിലിരിക്കുമ്പോൾ തന്നെ അതിൻ്റെതായ ഒരു വ്യത്യാസം നമ്മുടെ മൈൻഡിനും ഉണ്ടാവും. ഇനി പതുക്കെ പതുക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് വീട് മുഴുവൻ. ഓർഗനൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണെന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മേക്കപ്പ് കബോർഡ് വെച്ചിട്ടാണ്. കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പെൻഡിങ് വെച്ചിരുന്ന ഒരു കാര്യമാണ്. ഇൻ ബിറ്റ്വീൻ ലെറ്റ് മീ ടെൽ യു സം ഇൻട്രസ്റ്റിംഗ് ബിസിനസ് സ്ട്രാറ്റജീസ് ആസ് വെൽ. ഈ സീരീസിൽ ഓരോ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഡെയിലി ലൈഫ് അല്ലാതെ മറ്റെന്ത് കൊണ്ടുവന്നാൽ ആ വീഡിയോ കൂടുതൽ ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗും ആക്കാമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് മാനിപ്പുലേറ്റീവ് ബിസിനസ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡെയിലി കാണുകയും കടന്നു പോവുകയും എന്നാൽ ശ്രദ്ധിക്കുകയും ചെയ്യാത്ത ബിസിനസ് സ്ട്രാറ്റജീസ് ആണ് ഈ വീഡിയോയിൽ എക്സ്ട്രാ ആയിട്ട് പറയുന്നത്, എലോങ് വിത്ത് മൈ ഇംപ്രൂവ്മെന്റ് ജേർണി. ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ദർ ഈസ് നോ ക്ലോക്ക് ഓർ വിൻഡോ ഇൻ ദ സൂപ്പർ മാർക്കറ്റ്. മിക്ക സൂപ്പർ മാർക്കറ്റ്സിലും ക്ലോക്കോ വിൻഡോയോ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ ഡോണ്ട് വാണ്ട് യു ടു കീപ് ട്രാക്ക് ഓഫ് ടൈം. വൺസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് വന്ന സാധനം മാത്രമല്ല, അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതും വാങ്ങിക്കും. ദ മോർ ടൈം യു സ്പെൻഡ് ഇൻസൈഡ് ദ മോർ ലൈക്ലി യു ആർ ടു ഷോപ്പ് ഇമ്പൾസീവ്ലി. ടൈം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം അവിടെ ഡിസ്പ്ലേയിൽ ഉണ്ടെങ്കിൽ വി വിൽ സ്പെൻഡ് ലെസർ ടൈം ഇൻസൈഡ് ദ സൂപ്പർ മാർക്കറ്റ്. കാരണം നമ്മൾ ടൈമിനെ പറ്റി കോൺഷ്യസ് ആവും. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം സമയം അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. ഓഫ് കോഴ്സ് വി ഹാവ് ഫോൺ ഇൻ അവർ ഹാൻഡ്സ്. പക്ഷേ ഷോപ്പിങ്ങിൽ മുഴുകിയിരിക്കുന്ന ഒരാൾ കയ്യിൽ നിന്ന് ഫോൺ എടുത്ത് സമയം നോക്കാനുള്ള ചാൻസസ് കുറവാണ്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ബിസിനസ് സ്ട്രാറ്റജി വിച്ച് സൂപ്പർ മാർക്കറ്റ് യൂസ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനും പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നു. ഇനിയാണ് ഓർഗനൈസിങ്ങിലേക്ക് കിടക്കുന്നത്. ഇപ്പോഴത്തെ കബോർഡിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാനൊന്ന് ആമസോണിൽ നിന്ന് 3 ഓർഗനൈസിങ് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ലേറ്റർ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം കബോർഡിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി പിന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് തിരിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലായിടത്തും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. Moving on to the second business strategy. ചില ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നമ്മൾ പോകുമ്പോൾ there will be background music playing which is slow music and in optimum volume. Why they are doing this is because slow music makes people move slowly. അങ്ങനെ പതുക്കെ മൂവ് ചെയ്യുമ്പോൾ they will browse more, notice more products and end up buying more. More sales means more profit. And പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ സ്പെൻഡ് അപ് ടു 38% മോർ ഇൻ ദ സ്റ്റോഴ്സ് വിത്ത് സ്ലോ മ്യൂസിക്. അത്രയും പവറുള്ളൊരു സംഭവമാണത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു സ്ട്രാറ്റജി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ പറയണേ. ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു നോ ദാറ്റ്. അങ്ങനെ ക്ലീനിങ് ഏകദേശം കഴിയാറായിട്ടോ. ഞാൻ വെറ്റ് വൈപ്പ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് അധികം എഫേർട്ട് ഇല്ലാതെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നാളായതുകൊണ്ട് തന്നെ നല്ലോണം പൊടിയുണ്ടായിരുന്നു. പിന്നെ വെറ്റ് വൈപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എല്ലാ ചെറിയ പൊടിയും അങ്ങ് പെട്ടെന്ന് ഇങ്ങ് പോന്നോളൂ കേട്ടോ. ക്ലോസ് ചെയ്ത് വെക്കുന്ന കബോർഡാണെങ്കിലും പൊടി ഉണ്ടാവും. ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു ഇയറിംഗ് ഓർഗനൈസർ സെറ്റാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതൊരു 3 ബോക്സ് സെറ്റാണ്. എനിക്ക് വെർത്തായിട്ടാണ് തോന്നിയത്. ലിങ്ക് വേണ്ടവർ പറഞ്ഞാൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇതൊരു ബാങ്കിൾ ഓർഗനൈസർ ആണ്. ആമസോണിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. വലിയ വിലയൊന്നുമില്ല, ചെറിയ പൈസയേ ഉള്ളൂ. പിന്നെ അത് ഇങ്ങനെ നമ്മൾ അസംബിൾ ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ബാങ്കിലൊക്കെ ഇട്ട് വയ്ക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. ചാം പ്രൈസിങ് അല്ലെങ്കിൽ ബാറ്റ പ്രൈസിങ് എന്ന് കേട്ടിട്ടുണ്ടോ? മിക്ക ഓണേഴ്സും യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. സാധനങ്ങളുടെ പ്രൈസ് 499, 999 അല്ലെങ്കിൽ 1999 ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഈ പ്രൈസിനെയാണ് ചാം പ്രൈസിങ് അല്ലെങ്കിൽ ബാറ്റ പ്രൈസിങ് എന്നൊക്കെ പറയുന്നത്. ഇതൊരു കോയിൻസിഡൻസ് ഒന്നുമല്ല, ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ട്രിക്ക്. ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബ്രെയിൻ നമ്പേഴ്സ് പ്രോസസ് ചെയ്യുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. So what happens is
499 feels closer to 400, even if it's 1 rupee less than 500. ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്ക് അഫോർഡബിൾ ആണ് എന്നൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാണ് ഇത് ചെയ്യുന്നത്. We will feel like we are spending less, but actually we are tricked into buying that product. ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ആമസോണിൽ നിന്ന് വാങ്ങിച്ച മൂന്നാമത്തെ സാധനമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊരു സെറ്റാണ്. ഇതിൻ്റെ അകത്ത് കുറച്ചധികം ബോക്സസ് ഉണ്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ. അത് പല സൈസിലുള്ളതാണ്. അപ്പോൾ നമുക്ക് പല സാധനങ്ങളും ഇട്ട് വയ്ക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഗ്ലാസ് മെറ്റീരിയൽ ആണ് കേട്ടോ. പക്ഷെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്ന ടൈപ്പ് അല്ല. താഴെ വീണാലൊന്നും അങ്ങനെ പൊട്ടില്ല. ഒരു പ്ലാസ്റ്റിക് മിക്സ് ഉള്ള ഒരു ടൈപ്പാണിത്. ഈ ഓർഗനൈസേഴ്സിന്റെ വില എത്രയാണെന്ന് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ. ഞാനിത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. അതായത് ഞാൻ എൻ്റെ 5th വീഡിയോ ചെയ്ത സമയത്ത് ഓർഗനൈസിങ്ങിന് കുറച്ചൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ വില ഞാൻ ഓർക്കുന്നില്ല. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നെക്സ്റ്റ് ഈസ് ഡീകോയ് പ്രൈസിങ്. ഇതെന്താണെന്ന് വെച്ചാൽ അധികം അട്രാക്റ്റീവ് അല്ലാത്തൊരു മൂന്നാമത്തെ ഓപ്ഷൻ തന്നിട്ട് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഓപ്ഷൻ കസ്റ്റമേഴ്സിനെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കുന്ന പരിപാടി. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഗോയിങ് ഇൻ ടു എ സൂപ്പർ മാർക്കറ്റ് ആൻഡ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അവർ വിൽക്കുന്നത് സ്മോൾ, മീഡിയം, ലാർജ് എന്നിങ്ങനെ 3 സെറ്റ് ആയിട്ടാണെന്ന് വിചാരിച്ചോ. സ്മോളിന്റെ പ്രൈസ് 100ഉം മീഡിയത്തിന്റെ പ്രൈസ് 180ഉം ലാർജിന്റെ പ്രൈസ് 200 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ കസ്റ്റമർ വിൽ ചൂസ് ദ ലാർജ് വൺ. വൈ? ബിക്കോസ് ദ സെക്കൻഡ് ഓപ്ഷൻ, അതായത് മീഡിയം എന്ന് പറയുന്ന ഓപ്ഷൻ 180 ആയതുകൊണ്ട് കസ്റ്റമർ വിൽ ഫീൽ ലൈക്ക് ദാറ്റ് ഇസ് ലെസർ പ്രോഫിറ്റബിൾ ഫോർ ഹിം. അതായത് കസ്റ്റമറിന് അത് നഷ്ടക്കച്ചവടമായിട്ട് തോന്നും. ബിസിനസ്സിന് വേണ്ടതും ഇത് തന്നെയാണ്. ബിസിനസ് വാണ്ട്സ് ദാറ്റ് കസ്റ്റമർ ടു പർച്ചേസ് ദാറ്റ് ലാർജർ വൺ. കാരണം ലാർജിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് മീഡിയം എന്ന് പറയുന്ന ഓപ്ഷൻ ലെസർ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് 150ക്ക് പകരം 180 ഇടുന്നത്. ഈ ഒരു സ്ട്രാറ്റജിയാണ് ഡീകോയ് പ്രൈസിങ്. ഇതാണ് ഞാൻ പറഞ്ഞ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഇയറിംഗ് ഓർഗനൈസർ. 3 ബോക്സസ് ആണ് ഉള്ളത്. ഡിഫറെന്റ് സൈസിലുള്ള കമ്പാർട്ട്മെന്റ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇയറിംഗ്സ് ഇങ്ങനെ പെയർ ആയിട്ട് നമുക്ക് എടുത്ത് വെക്കാനായിട്ട് സാധിക്കും. ഇയറിംഗ്സ് മാത്രമല്ല, ഈ മുത്തും കല്ലും ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള ടൈപ്പ് ക്ലിപ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാൻ കുറേ നാളായിട്ട് ഒരു കാഡ്ബറിയുടെ ബോക്സിനകത്തായിരുന്നു ഇതൊക്കെ ഇട്ട് വെച്ചോണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം മാറ്റിയിട്ട് ഇങ്ങനെ ഇയറിംഗ് ഓർഗനൈസർ വാങ്ങാം എന്നൊക്കെ വിചാരിച്ചത്. നേരത്തെ ഞാൻ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ഈ കമ്മലിൻ്റെ ഒരു പെയർ കാണില്ല, അല്ലെങ്കിൽ ഈ കമ്മലിൻ്റെ പെയറിൻ്റെ ഒരു ആണി കാണില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്കത് എടുത്തിട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും. സാധാരണ ഞാനങ്ങനെ അമിതമായിട്ട് ചെലവ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. പക്ഷെ ഇപ്പൊ ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ടും പിന്നെ അതുപോലെ തന്നെ വീടൊന്ന് ഓർഗനൈസ് ചെയ്യാം, ഒരു ഓവറോൾ ക്വാളിറ്റി കൊണ്ടുവരാം, കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഒരു കൊതിയൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിനകത്ത് പറയാം. കാരണം ഓർഗനൈസിങ് വീഡിയോയിൽ കാണിക്കുമ്പോഴത്തേക്കും അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നു മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഐ ഹാവ് എ ബഡ്ജറ്റ് ആൻഡ് ഐ മേക്ക് ഷുവർ ഐ ഡോണ്ട് ഗോ ബിയോണ്ട് ദാറ്റ്. ഡേ 5 വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഷോപ്പിംഗ് ആപ്പുകളുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഓവർ സ്പെൻഡിങ്. ഞാനിതൊക്കെ വാങ്ങിയത് ഈ ഒരു ഓർഗനൈസിങ്ങിനും പിന്നെ ഇതൊക്കെ എനിക്ക് അഫോർഡബിളും ആയതുകൊണ്ടാണ്. വട്ട് ഐ മീൻ ഇസ് ഐ എം നോട്ട് റെക്കമെൻഡിങ് ദീസ് പ്രോഡക്ട്സ്. ഇതൊന്നും ആവശ്യമുള്ള സാധനങ്ങളല്ല, നമുക്കൊരു പെട്ടിയിലൊക്കെ ഇതിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് അത്ര വലിയ പൈസയല്ല, അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് തോന്നുന്നവർക്ക് വാങ്ങിക്കുന്നതിനകത്തും തെറ്റില്ല. നെക്സ്റ്റ് മാനിപ്പുലേറ്റീവ് ബിസിനസ് സ്ട്രാറ്റജിയാണ് സ്കേഴ്സിറ്റി ട്രിഗേഴ്സ്. ഫോർ എക്സാമ്പിൾ, ചില ഓൺലൈൻ ആപ്പുകളിൽ എഴുതി കാണിക്കും only 1 left in stock. ഇത് കടക്കാരും ചിലർ പറയാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ യൂസിങ് വേർഡ്സ് ലൈക്ക് ഹറി, അല്ലെങ്കിൽ ഓഫർ എൻഡ്സ് ഇൻ 3 hours, അല്ലെങ്കിൽ ഓഫർ എൻഡ്സ് ഇൻ 3 days. ഇതെല്ലാം സ്കേഴ്സിറ്റി ട്രിഗേഴ്സ് ആണ്. ദിസ് ഈസ് ആൻ ഇമോഷണൽ ട്രിഗർ. ഇതൊരു ഫോമോ ഉണ്ടാക്കും. ഫോമോ മീൻസ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. നമുക്കത് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള തോന്നൽ. ദിസ് വിൽ പുഷ് us to act without thinking. ഒരു മലയാള സിനിമയിൽ ഇതേ സ്ട്രാറ്റജി സിദ്ദിഖ് യൂസ് ചെയ്യുന്നുണ്ട്. പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കബോർഡിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഫൈനലി എല്ലാ പണിയും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇഫ് ദ നെക്സ്റ്റ് വീഡിയോ is online, you will find it at the right side of this video. If not, please subscribe to my channel and press the bell icon so that you won't miss the next video. See you on day 7. Till then, bye.